ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് ജോബിൻ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിഷ്വൽ ഇന്റലിജൻസ് അതോടൊപ്പം തന്നെ ലോജിക്കൽ ഇന്റലിജൻസ് ഈ രണ്ട് ഇന്റലിജൻസും ഡിസ്കസ് ചെയ്തിരുന്നു. മൾട്ടിപ്പിൾ ഇന്റലിജൻസിലെ മൂന്നാമത്തെ ഇന്റലിജൻസ് ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ്. ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് എന്താണെന്ന് നോക്കാം. ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു വ്യക്തിയുടെ ഫീലിങ്സ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ആ ഒരു ഇന്റലിജൻസ് ആണ് ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പൊതുവെ പറയുന്നത്. ഈ ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് ഹൈ ലെവലുള്ള വ്യക്തികളിൽ കാണുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ അവർക്ക് നല്ല ഹൈ ലെവൽ ഓഫ് എംപതി ഉണ്ടാവും. അവരുടെ എംപതി വളരെ ഹൈ ലെവലിലായിരിക്കും. അതോടൊപ്പം സോഷ്യൽ അവയർനെസ്, മറ്റുള്ള കാര്യങ്ങളിൽ അവർ വ്യാപൃതനാകുന്നത് വളരെ കൂടുതലായിരിക്കും. അതോടൊപ്പം നല്ല ഹൈ ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവും. നല്ല രീതിയിൽ കാര്യങ്ങൾ, ആശയവിനിമയം എന്ന് പറയുന്നത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന വ്യക്തികളായിരിക്കും. ഒരാളോ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ടു വേ പ്രോസസ് ആണല്ലോ. ഒരാൾ പറയുന്നത് മനസ്സിലാക്കുകയും അതനുസരിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളൊരു കാര്യം, കമ്മ്യൂണിക്കേഷൻ സ്കിൽ അവർക്ക് വളരെ കൂടുതലായിരിക്കും. അതോടൊപ്പം തന്നെ അവരെ ലീഡർഷിപ്പ് നല്ല ഹൈ ലെവൽ ഓഫ് ലീഡർഷിപ്പ് സ്കില്ലുള്ള വ്യക്തികളായിരിക്കും. അതോടൊപ്പം കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, ആരെങ്കിലും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ എത്രയും പെട്ടെന്ന് തീർത്തെടുക്കാൻ കഴിയുന്ന വ്യക്തികളായിരിക്കും. ഇങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഹൈ ലെവലുള്ള വ്യക്തികളാണ് ഹൈ ലെവൽ ഓഫ് ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് കൂടുതലുള്ള വ്യക്തികൾ എന്ന് പൊതുവെ പറയും. അപ്പൊ അങ്ങനെ ഹൈ ലെവൽ ഓഫ് ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് പറ്റുന്ന കരിയർ ഓപ്ഷൻസ് ഏതൊക്കെയായിരിക്കാം, അല്ലെങ്കിൽ ഹൈ ലെവൽ ഓഫ് ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് വേണ്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയായിരിക്കാം, ഒന്ന് ചിന്തിച്ചു നോക്കാമോ? ജസ്റ്റ് നിങ്ങളുടെ മുമ്പിലുള്ള പെന്നും പേപ്പറും എടുത്ത് ഏതൊക്കെയായിരിക്കാം ജസ്റ്റ് ഒന്ന് സ്ക്രിബിൾ ചെയ്ത് നോക്കൂ, ഒന്ന് റൈറ്റ് ഡൗൺ. നമുക്ക് എന്തൊക്കെ പറ്റും, നമ്മൾ ഏതൊക്കെ മേഖലയിൽ ഇത് ചെയ്താൽ, അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ജോലി ചെയ്യണമെങ്കിൽ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് നിർബന്ധമായും വേണം എന്ന് ചിന്തിക്കുന്ന ഒരു 4 or 5 പ്രൊഫഷൻ ഒന്ന് എഴുതാമോ? ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. സൈക്കോളജിസ്റ്റ്. നമ്മളൊരു സൈക്കോളജിസ്റ്റ് ആവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഹൈ ലെവൽ ഓഫ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ മുമ്പിൽ വരുന്ന ക്ലയന്റ് അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ലിസൺ ചെയ്യാൻ കഴിയണമെങ്കിൽ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ പറയുന്ന ഫീലിങ്സോടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കൗൺസിലേഴ്സ്, സോഷ്യൽ വർക്കേഴ്സ് സെയിം ഫീൽഡ് തന്നെയാണ്. HR, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ്, HR മാനേജേഴ്സ്, അവർക്ക് നിർബന്ധമായിട്ടും ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഹൈ ആയിട്ട് വേണം. സെയിൽസ് റെപ്രസെന്റേറ്റീവ്, നമ്മളൊരു സെയിൽ ക്ലോസ് ചെയ്യാൻ പോകുമ്പോൾ, ആ സെയിൽസ് ക്ലോസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ക്ലയന്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ അവരുടെ ആവശ്യം എന്താണെന്ന് കൃത്യമായി അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹൈ ലെവൽ ഓഫ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് വേണം. അപ്പോൾ സെയിൽസ് റെപ്രസെന്റേറ്റീവ് പോസ്റ്റിലേക്ക്, ജോബിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യാം നമുക്ക് ആ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉണ്ടോ. കസ്റ്റമർ സർവീസ്, ടീച്ചേഴ്സ്, കോച്ച്, റിലേഷൻഷിപ്പ് തെറാപ്പിസ്റ്റ്, മീഡിയേറ്റർ, ഇതെല്ലാം സെൽഫ് എക്സ്പ്ലനേറ്ററി ആയതുകൊണ്ട് ഞാൻ ഓരോന്നിനെയും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല. പബ്ലിക് റിലേഷൻസ്, ഇവന്റ് പ്ലാനർ, ടീം ബിൽഡിംഗ് ഫെസിലിറ്റേറ്റർ, കമ്മ്യൂണിറ്റി ഓർഗനൈസർ, ലൈഫ് കോച്ച്, റിക്രൂട്ടർ, മാർക്കറ്റിംഗ് മാനേജർ, ലീഡർഷിപ്പ് ഡെവലപ്മെന്റ്, ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ മേഖലകളിലൊക്കെ നമ്മൾ ഒരു കരിയർ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ലെവലിലുള്ള ഹൈ ലെവൽ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉണ്ടോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പൊ ഈ ഹൈ ലെവൽ ഓഫ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ മേഖലയിലേക്ക് നമ്മൾ തിരിയാവൂ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കോമ്പിനേഷൻസ് ആണ് ഇമ്പോർട്ടൻസ്, അല്ലാതെ ഒരു ഇന്റലിജൻസ് മാത്രം നോക്കി നമ്മളൊരു പോസ്റ്റും തിരഞ്ഞെടുക്കില്ല, അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കില്ല. നമ്മൾ ഇതിന്റെ 3 ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന 3 കോമ്പിനേഷൻസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുക. അപ്പോൾ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഹൈ ലെവലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മേഖലകളിലൊക്കെ അത്യാവശ്യം വർക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് എന്താണെന്ന് നോക്കാം. ഇന്റർപേഴ്സണൽ ആണ് നമ്മളിപ്പോൾ നോക്കിയത്. നെക്സ്റ്റ് ഇൻട്രാപേഴ്സണൽ എന്ന് പറയുന്നതിൽ
സ്ട്രോങ് സെൽഫ് അവയർനെസ് ഉള്ള വ്യക്തികളായിരിക്കും. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള വ്യക്തികൾ. അപ്പൊ ആ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഐഡിയ ഉണ്ടല്ലേ, ആ പിക്ചറിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് കൃത്യമായി നമ്മുടെ നല്ല ആ ഒരു ഫേസും കാര്യങ്ങളും കാണുമ്പോൾ, ആ പിക്ചറിന്റെ ഫേസ് കാണുമ്പോൾ തന്നെ നമ്മുടെ ഇന്നർ എബിലിറ്റി ആണ് നമ്മൾ അവിടെ മെയിൻ ആയിട്ട് അനലൈസ് ചെയ്യുന്നത്. ആ ഇന്നർ എബിലിറ്റി ഹൈ ആയിട്ടുള്ള വ്യക്തികളാണ് മെയിൻ ആയിട്ട് ഈ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള വ്യക്തികൾ. അവർക്ക് എന്തുണ്ടാവും, നല്ല സ്ട്രോങ് സെൽഫ് അവയർനെസ് ഉള്ള വ്യക്തികളാണ്. അവരുടെ സെൽഫ് അവയർനെസ് വളരെ ഹൈ ആയിരിക്കും. അതുപോലെ അവരുടെ ഇന്നർ മോട്ടിവേഷൻ, അവർ ഭയങ്കര ഇന്നർ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. വളരെ സെൽഫ് റിഫ്ലക്റ്റീവ് ആയിരിക്കും. അവരെന്താണ് എന്ന് അവർക്ക് കൃത്യമായി അറിയാൻ കഴിയുന്ന വ്യക്തികളായിരിക്കും. റിഫ്ലക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്, അവരുടെ ഡിസിഷൻ മേക്കിംഗ് വളരെ ആരെന്ത് പറഞ്ഞാലും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കൃത്യമായി ഡിസിഷൻ മേക്ക് ചെയ്യാൻ കഴിയുന്ന വ്യക്തികളാണ്. അതോടൊപ്പം ഇമാജിനേറ്റീവ് ആൻഡ് ക്രിയേറ്റിവിറ്റി, അവരുടെ ക്രിയേറ്റീവ് തിങ്കിങ് വളരെ, അവരുടെ ഇമാജിനേഷൻസും ക്രിയേറ്റീവ് തിങ്കിങ്ങും വളരെ ഹൈ ആയിരിക്കും. പ്രത്യേകിച്ച് ഞാൻ എന്ത് എന്ന് അല്ലെങ്കിൽ ഓരോ വ്യക്തി എന്ത് എന്ന് കൃത്യമായി അനലൈസ് ചെയ്യാൻ കഴിയുന്ന വ്യക്തികളാണ്. അവർ ഇപ്പോ സിംപ്ലി പറയുകയാണെങ്കിൽ വാട്ട് ഐ ആം, ഞാൻ എന്താണെന്ന് എനിക്കറിയാം എന്ന് പറയുന്നത് പോലെ കൃത്യമായിട്ട് അവരെ കുറിച്ച് നല്ല ധാരണയുള്ള വ്യക്തികളായിരിക്കും. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് പറ്റുന്ന മേഖല, അതായത് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ഹൈ ആയിട്ടുള്ള വ്യക്തികൾക്ക് പറ്റുന്ന മേഖലകൾ ഏതൊക്കെയായിരിക്കാം? നമ്മൾ ആദ്യം എഴുതിയ പോലെ നമുക്ക് ഇതിൽ പറ്റുന്ന ഒരു 3-4 കരിയർ ഓപ്ഷൻ. ഇപ്പൊ നമ്മളൊരു 3-4 ഇന്റലിജൻസ് ആയി കഴിഞ്ഞപ്പോൾ ഏകദേശം നമുക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടിയില്ലേ? എന്നാലും നമുക്കൊന്ന് എഴുതി നോക്കാം. യെസ്, ഒന്ന് എഴുതി നോക്കൂ ഏതൊക്കെയാണെന്ന്. ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. അഗൈൻ സൈക്കോളജിസ്റ്റിന് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസും വേണം, ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസും വേണം. അവരെ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് മാത്രം പോരാ, കാരണം സൈക്കോളജിസ്റ്റ് എംപതിയും കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ ഒരാൾ പറയുന്ന കാര്യങ്ങൾ, അവരുടെ ഫീലിങ്സ് എല്ലാം നമുക്ക് മനസ്സിലാവും ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ എന്താണ് എന്ന് നമുക്കറിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അത് റെസിപ്രോക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പേഴ്സണൽ ഡെവലപ്മെന്റ്, ഒരാളെ നന്നാക്കി എടുക്കണം അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെങ്കിൽ അത് നമ്മൾ എന്താണ്, ഫിലോസഫേഴ്സിന് സെയിം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, റൈറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ്, നല്ല റൈറ്റേഴ്സ് ഇവർക്കൊക്കെ ഈ ഒരു ഹൈ ലെവൽ ഓഫ് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് വേണം. അതുപോലെ റിസർച്ച്, സ്പിരിച്വൽ ആൻഡ് മൈൻഡ്ഫുൾനെസ്, പ്രത്യേകിച്ച് ആ ഒരു സ്പിരിച്വാലിറ്റിയിലൊക്കെ നിൽക്കുന്നവർ അവരുടെ ഒരു ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് വളരെ ഹൈ ലെവൽ ആയിരിക്കും. എന്റർപ്രണർഷിപ്പ്, ഒരു എന്റർപ്രണർ എന്ന് പറയുന്ന വ്യക്തി, നമ്മളെപ്പോഴും ബിസിനസ് കോച്ചിങ്ങിലൊക്കെ പറയുന്ന ഒരു സാധനമാണ്. ഒരു എന്റർപ്രണർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു എന്റർപ്രണറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അവൻ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. സെൽഫ് മോട്ടിവേഷൻ തന്നെയാണ് ഈ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതുപോലെ എഡ്യൂക്കേഷൻ, കൺസൾട്ടിങ്, ക്രിയേറ്റിവിറ്റി, സോഷ്യൽ വർക്ക്, കൗൺസിലിംഗ് ആൻഡ് തെറാപ്പി, പേഴ്സണൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്, കോച്ചിങ് ആൻഡ് മെന്ററിങ്. നമ്മൾ ഒരാളെ കോച്ച് ചെയ്യുകയും മെന്ററിങ് ഒക്കെ ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് ഞാൻ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവണം. അപ്പൊ ഇങ്ങനെയുള്ള മേഖലകളിലേക്കൊക്കെ നമ്മൾ തിരിയുന്നുണ്ട് എങ്കിൽ നമ്മൾ ചിന്തിക്കണം ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് നമുക്ക് ഹൈ ലെവലിൽ നിൽക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ ഇതിൽ പലതും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസിലും ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസിന്റെയും കോമ്പിനേഷൻ ആണ്. ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് വരുമ്പോഴാണ് ഇതിൽ പല കരിയർ ഓപ്ഷനും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏതൊക്കെ നോക്കി? വിഷ്വൽ ഇന്റലിജൻസ് നോക്കി, ലോജിക്കൽ ഇന്റലിജൻസ് നോക്കി, ദെൻ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് നോക്കി, ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് നോക്കി. അപ്പൊ ഇത്രയും ഇന്റലിജൻസ് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഈ ഇന്റലിജൻസ് നമ്മൾ ഏതൊക്കെയാണ് ഹൈ എന്ന് നോക്കി. നമുക്ക് ഏകദേശം നമുക്ക് നമ്മളെ തന്നെ അനലൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആയി തുടങ്ങിയല്ലോ. ഓക്കെ, ഇനി ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ഇന്റലിജൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.